വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലോങ് വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ എങ്ങനെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം, എൻഡ് ചെയ്യണം എന്നൊന്നും ഐഡിയ ഇല്ല. എന്നാലും നമുക്ക് പറ്റുന്ന മാതിരി ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സിൽ എങ്ങനെ ഒരു ഫിഷ് കറി ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതേപോലെ ഞാൻ ഫിഷ് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിയിലേക്കുള്ളത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് തക്കാളിയും അതേപോലെ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര നേരത്തുള്ള ഒരു ഇഞ്ചി വേണം. നമുക്ക് ചെറുതായിട്ടൊന്ന് അരിയാം. ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പുളി വേണം. നമ്മളത് പുളി എന്താ പറയുക പിഴിഞ്ഞങ്ങാണ്ട് വെള്ളത്തിൽ പിഴിഞ്ഞങ്ങാണ്ട് ആ വെള്ളമാണ് ഒഴിക്കേണ്ടത്. പുളി പിഴിഞ്ഞ വെള്ളം കൂടി നമുക്കതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വെച്ചിട്ട് നമുക്ക് ഈ ചട്ടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയും കൂടി കൊടുക്കണം. ആ പൊടിയൊക്കെ ഒന്ന് ഇളകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് തിളച്ചിട്ടാണ് നമ്മളിതിലേക്ക് മീൻ ആഡ് ചെയ്യുന്നത്. കുറച്ചൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം തിളച്ചിട്ടാണ് നമുക്ക് മീൻ ഇടാൻ വേണ്ടിയിട്ട്. നമ്മുടെ കറി ഇവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ടോട്ടോ. ഞാൻ ഇവിടെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതേപോലെ നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയും കൂടി കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒന്ന് കുറച്ച് ചൂടായതിനു ശേഷം നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോഴും ആ തിളച്ചതൊന്നും പോയിട്ടില്ല. നമ്മൾ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു വേറെ ബൗളിലും കൂടി ഒന്ന് മാറ്റിയെടുത്തിട്ടും കൂടി ഉണ്ട്. നമ്മൾ സൂപ്പർ ഈസി മീൻകറി ഇവിടെ പെട്ടെന്ന് തന്നെ റെഡി വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിരിക്കും. ബൈ ബൈ.